ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വ്യത്യസ്തവും പുതുമയുമാർന്ന രീതിയിൽ ഒരു എഗ് പൊട്ടറ്റോ ബജിയാണ് ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത്. കീഴു ടേസ്റ്റും അതുപോലെ തന്നെ തയ്യാറാക്കാൻ വളരെ ഈസിയുമാണ് നമ്മുടെ ഈ എഗ് പൊട്ടറ്റോ ബജി. വെറൈറ്റി ആയിട്ടുള്ള ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. ഒരു പാത്രത്തിലേക്ക് മീഡിയം സൈസുള്ള 2 സവാള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് പൊട്ടറ്റോ. പൊട്ടറ്റോ അതുപോലെ നീളത്തിൽ അരിഞ്ഞാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ കനം കുറഞ്ഞ് ഈ സൈസിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. അതും 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 2 എണ്ണം, കറിവേപ്പില 1 പിടി ചെറുതായി അരിഞ്ഞത്, മല്ലിയില 2 ടേബിൾ സ്പൂൺ, കൂടാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ എന്നിവയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഇതിലേക്ക് ആവശ്യമായ 1/2 കപ്പ് കടലമാവും 1/2 കപ്പ് മൈദാ മാവുമാണ് വേണ്ടത്. മൈദാ മാവോ കോൺഫ്ലവറോ ഉപയോഗിക്കാം. ഞാനിവിടെ കോൺഫ്ലവർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധനങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതായത് വെള്ളം ഒരുപാട് ഒഴിക്കാൻ പാടില്ല. ഈ സവാളയിൽ തന്നെ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല നനവ് വന്നു തുടങ്ങും. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുട്ടയാണ്. അത് ഞാൻ 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പുഴുങ്ങിയെടുത്തതാണ് ഇത്. ഇനി ഇതിനെ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. തയ്യാറാക്കി വച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് അല്പം എടുത്ത് ഇതുപോലെ കയ്യിൽ പരത്തി വെച്ച് ഒരു മുട്ട വെച്ച് കൊടുക്കാം. അതിന് മുകളിലായി കുറച്ചുകൂടി ബാറ്റർ വെച്ച് ഈ രീതിയിൽ നമുക്ക് പൊതിഞ്ഞെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ, അതായത് നന്നായി തിളച്ച് വരുമ്പോൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരേ സമയം 2 മുട്ടയാണ് ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ തീ മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം വയ്ക്കേണ്ടത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നമുക്ക് വേകാനുണ്ട്. അതുകൊണ്ടും അങ്ങനെ വേണം വെക്കേണ്ടത്. തീ കൂടുതലാകാൻ പാടില്ല. ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ, അതായത് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറുഭാഗവും ഈ രീതിയിൽ ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ബാക്കിയുള്ള മുട്ടകളും ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള വെറൈറ്റി എഗ് പൊട്ടറ്റോ ബജി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ചൂട് ചായക്കൊപ്പമോ അല്ലെങ്കിൽ കട്ടൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മുടെ ഈ എഗ് പൊട്ടറ്റോ ബജി. അതുപോലെ തന്നെ സോസ് കൂട്ടിയോ അല്ലാതെയോ ഇത് കഴിക്കാവുന്നതാണ്. ശരിക്കും വെറൈറ്റി അല്ലേ നമ്മുടെ ഈ എഗ് പൊട്ടറ്റോ ബജി? അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. കൂടെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.